അമ്മയുടെ ഡയറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുവരെ മഴ നനഞ്ഞിട്ടുള്ളൂ. മഞ്ഞിങ്ങനെ പെയ്തോണ്ടിരിക്കുക. ആദ്യമായിട്ട് കാണുന്നത്. ആഹാ, നല്ല സ്നോ. അങ്ങനെ നമ്മൾ സോൾട്ട് മൈനൊക്കെ കണ്ടിട്ട് ഇപ്പം നേരെ പോകുന്നത് സ്കൈ വോക്കിലോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് കംപ്ലീറ്റ് ഹാൾസ്റ്റഡ് തന്നെ കാണാം കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സോൾട്ട് മൈൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോൾട്ട് മൈനിൽ കയറാൻ നേരം അവരൊരു വൈറ്റ് ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സെല്ലാം നമ്മളിവിടെ തിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല സ്നോഫോൾ ആയിരുന്നു. ആഹാ, നല്ല സ്നോ. ഇത് കണ്ടോ എൻ്റെ മുടികളൊക്കെ. നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ അല്ലേ, സ്നോഫോൾ ആണ് ഇവിടെ. ഇവിടെ വന്നിട്ട് ഹാൾസ്റ്റഡ് വന്നിട്ട് അച്ഛൻ്റെ അമ്മയ്ക്കും ഭാഗ്യമുണ്ട്. അവരെല്ലാ സീസണും കണ്ടു കേട്ടോ ഓസ്ട്രിയ വന്നിട്ട്. ഇപ്പം സ്നോഫോളും നമ്മുടെ മുടിയിലും എല്ലാം ഉണ്ട്. സ്കൈ വോക്ക് ആദ്യമായിട്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യുമ്പം അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? ജീവിതത്തിൽ ഇതുവരെ മഴ നനഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മഴ നനഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മഞ്ഞിങ്ങനെ പെയ്തോണ്ടിരിക്കുക. ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ടാ. 4:30 മുന്നേ നമുക്ക് താഴെ ഇറങ്ങണം. ലാസ്റ്റ് ഫ്യൂണിക്കുലാർ റെയിൽ ഉള്ളത് ആ ടൈമിലാണ്. സോ അതിന് മുമ്പ് നമ്മൾക്ക് താഴെ എത്തറയില്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടി വരും. അപ്പം നമുക്കതിന് മുമ്പ് എത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്, കാറ്റുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മരച്ച് ഫോൺ പിടിച്ച്. എൻ്റെ കൈ മരച്ചത് കൊണ്ട് ഞാനിപ്പം ദീപുൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തിരിക്കുന്നത്. നോക്കാം, ആ മലയിലെയൊക്കെ മഞ്ഞ് നല്ല വ്യൂ ആണ്. അവിടെ ആണെന്ന് തോന്നുന്നു സ്കൈ വോക്ക്. നമ്മളപ്പോൾ അവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണും. പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. സ്കൈ വോക്കിൻ്റെ അങ്ങോട്ട് നടന്നു പോകുമ്പം ഇതുപോലൊരു എക്സിബിഷൻ ഏരിയ നമുക്ക് കാണാം. അതൊരു ചെറിയ റൂമിലായിട്ടാണ്. ഇവിടെ അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മൈൻ ചെയ്യാൻ പോയ ഒരു മനുഷ്യൻ്റെ സ്കെലറ്റണും അതേപോലെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങളുടെയൊക്കെ പീസസൊക്കെ ഇവർ എക്സിബിഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ സ്കൈ വോക്ക്. ഈ ബ്രിഡ്ജിലൂടെ നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാം. മഴയും അതേപോലെ മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതാണ് സ്കൈ വോക്ക്. നമ്മളിപ്പം സ്കൈ വോക്കിലൂടെ വോക്ക് ചെയ്യുവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹാൾസ്റ്റാറ്റൊക്കെ നന്നായിട്ട് കാണാം. ഹാൾസ്റ്റാറ്റ് അതേപോലെ തന്നെ ഒരു കാസിലുണ്ട്, അത് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും. ആ കാണുന്നത് സ്കൈ വോക്കിൻ്റെ ഒരു പോയിന്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് നല്ലൊരു പനോരമിക് വ്യൂ കിട്ടും. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം.
ചേച്ചിയും ചേട്ടനെയും ഒക്കെ ഞങ്ങൾ വിളിച്ച് കാണിക്കുമായിരുന്നു ആ ഒരു വ്യൂ. അവർ ഹാൾസ്റ്റാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സോൾട്ട് മൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ രാവിലെ വരണം ഇങ്ങോട്ട്, എന്നാലേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അന്ന് കാണാൻ പറ്റിയില്ല ഇവർക്ക്, അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ വിളിച്ച് കാണിച്ച് കാനഡക്കാരെ. ഇനിയും വരുന്നതേ ഉള്ളെന്ന് പറയണം. ഇരുന്നിട്ട് എനിക്ക് തരുന്ന പോലും ഇല്ല, കൈയൊക്കെ ചുമന്നു. ലിഫ്റ്റിൽ കയറുവാണ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഈ സ്കൈ വോക്കിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന്. ഇവിടെ തന്നെ നമ്മൾ താഴോട്ട് പോകുന്നു. നമ്മുടെ ഫ്യൂണിക്കുലാർ എലിവേറ്റർ അല്ല, ഫ്യൂണിക്കുലാർ റെയിൽവേ പിടിക്കുന്നു. നമ്മള് സിറ്റി സെന്ററിലോട്ട് പോകുന്നു. ഇതിട്ടപ്പോ നല്ല സുഖമുണ്ട്. അമ്മ ഭയങ്കര കാർച്ചയായിരുന്നല്ലോ അതില് പോയപ്പോ. അയ്യോ, സന്തോഷം കൊണ്ട്. ആണോ? നമ്മളിപ്പം സ്കൈ വോക്കിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പടി ഇറങ്ങി വരാം. ഇവിടാണ് വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ ഫുണിക്കുലാർ ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ കഴിഞ്ഞ സോൾട്ട് മൈൻ്റെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതൊരുമാതിരി ഇൻക്ലൈൻഡ് ആയിട്ടാണ് കേട്ടോ താഴോട്ട് പോകുന്നത്. നമ്മളങ്ങനെ ഇറങ്ങി എക്സിറ്റ് അടിച്ച് വരുമ്പോഴത്തേക്കിന് ഇതേപോലൊരു സോവനിയർ ഷോപ്പിലോട്ടാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സോൾട്ടും എല്ലാം കിട്ടും. എല്ലാം ഉപ്പാണ്. ആ, ഇത് കൊള്ളാമല്ലോ. ഇത് ഉപ്പാണ്. ഈ കാണുന്നതാണ് ആപ്പിൾ പുഞ്ച്. ഇവിടെ വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. തണുപ്പത്ത് എല്ലാവരും ഇതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് ആൽക്കഹോളും ഉണ്ട്, അതായത് ആൽക്കഹോൾ ഫ്രീയും ഉണ്ട്. ഞങ്ങൾ ആൽക്കഹോൾ ഫ്രീ ആണ് വാങ്ങിച്ചത്. ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ പുളിയും, പിന്നെ നല്ല ചൂടാണ്, കൊള്ളാം. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ബാക്കി നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഫെറി ടൈം എത്ര 6:15 അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഫെറി കയറാൻ വേണ്ടിയിട്ട് പോകണം. നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനിയും ബാക്കിയൊക്കെ നമുക്ക് കാണാം. ഇരുട്ടായി ഓൾറെഡി. നമുക്കിപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ കോഫിയൊക്കെ വാങ്ങിച്ചത്. നമ്മൾ നടക്കുവാണ്. ഓൾറെഡി ഇരുട്ടി. ടൈം ഇപ്പം 5 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ഹാൾസ്റ്റാറ്റിലെ മെയിൻ ആട്ടോ ഇത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ അരയന്നത്തിന് അല്ലേ? നേരം ഇരുട്ടിയത് കൊണ്ട് അങ്ങനെ വലിയ കാഴ്ചകളൊന്നും ഇനിയില്ല. ഞങ്ങളിത് ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു സെന്ററിൽ, പക്ഷെ ഞങ്ങൾ ഇവിടെ സോൾട്ട് മൈൻ വന്നിട്ടില്ലായിരുന്നു. അതെ, 5 മണി ഇരുട്ടി. സോൾട്ട് മൈൻ മാത്രമാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം, അതായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടു. ഇനിയിപ്പം ഞങ്ങൾ പോവാണ്. ഇനി അവിടെ കുറച്ചു നേരം പോയി ഇരിക്കുക സെൻറ്ററിൽ, വീണ്ടും തിരിച്ച് വീട്ടിൽ പോവുക, അതാണ് ലക്ഷ്യം. ഇനി അടുത്തത് ഈ കാണുന്നതാണ് ഹാൾസ്റ്റാറ്റിൻ്റെ സിറ്റി സെൻറ്റർ. ഇരുട്ടായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് കാണാം. അമ്മയുടെ ഡയറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഒന്നും കഴിക്കത്തില്ല. കുറച്ചു മുമ്പ് എന്തോ കഴിച്ചപ്പം പറഞ്ഞാൽ അന്നേരം വിശപ്പ് മാറിയില്ലായിരുന്നു, ഇപ്പൊ വിശപ്പ് മാറി. അച്ഛന് ചോറും പുളിശ്ശേരിയും വേണോ?
കഞ്ഞി, പുളിശ്ശേരി ഒഴിച്ച് കഞ്ഞി, പുളിശ്ശേരി ഒഴിച്ച് കഞ്ഞി, പുളിശ്ശേരി ചമ്മന്തിപ്പൊടി, ആ നാരങ്ങ, നാരങ്ങ, പപ്പടം. 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 ഓ അതില്ലാത്ത കളിയില്ലല്ലോ. വയറ് നിറഞ്ഞോ കണ്ണ് നിറഞ്ഞോ? എനിക്ക് ഇപ്പം വയറ് നിറഞ്ഞു, പക്ഷെ ഇച്ചിരി കഴിയുമ്പോ കണ്ണ് നിറയും. വീണ്ടും കണ്ണ് നിറയും. കയ്യിലെ ഓരോന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുമ്പോ അടുത്തത് വീണ്ടും സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുക. തീർക്കണ്ടേ? നമ്മുടെ ഫെറി വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി. ഞങ്ങൾ എല്ലാരും ഇവിടെ നിൽക്കുവാണ് ഈ തണുപ്പത്ത്. വലിയൊരു ലൈൻ ഉണ്ട്. ഇത് ലാസ്റ്റ് ഫെറി ആയതുകൊണ്ട് തന്നെ എല്ലാരും കയറാൻ വേണ്ടിയിട്ടുണ്ട്. ഇതും കൂടെ പോയാൽ പിന്നെ നമ്മൾ പെട്ടു. പിന്നെ ബസ്സൊക്കെ പിടിച്ച് വേണം നമുക്ക് പോകാൻ. ബസ്സിനാണെങ്കിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടണമെന്നില്ല ആ ടൈമിൽ. മൂക്കൊക്കെ ചുമന്ന് കണ്ടോ, നല്ല തണുപ്പുണ്ട്. സോക്സ് ഒന്നും നമ്മൾ വിന്റർ സോക്സ് അല്ല ഇട്ടത്, അതുകൊണ്ട് കാലൊക്കെ തണുത്ത് മരച്ചിരിക്കുവാണ്. താഴെ ഇരുന്നോ? താഴെ ഇരിക്കാം. അമ്മയുടെ കാലൊക്കെ തണുത്ത് എന്നെ തണുത്ത്. എല്ലാവർക്കും ഇവിടെ ഇരിക്കാന്, ആർക്കും നിൽക്കണ്ട. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൻ്റെ ടൈമിനനുസരിച്ചാണ് കേട്ടോ ഫെറി ടൈമിങ്ങും. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3.5-4 മണിക്കൂറോളം ഉണ്ട് ഹാൾ സ്റ്റാർട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലം വരെ പോകാൻ. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാമിലി വ്ളോഗ്സ് ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. സോ സ്റ്റേ ട്യൂൺ. അൺടിൽ ദെൻ ബൈ ബൈ.